മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മികച്ച നടിക്കും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമ നേടി. ഇപ്പോഴിതാ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടിയിരിക്കുകയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ സന്തോഷത്തിനപ്പുറം അഭിമാനം നൽകുന്ന നിമിഷങ്ങളാണ്. എന്തു തോന്നുന്നു? സന്തോഷം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ അതങ്ങനെ ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പിലും ചെയ്തതല്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് പൊന്നാനിയിൽ നിന്ന് പുതുമകളായിട്ട് ആളുകളെ സെലക്ട് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ ക്യാമറക്ക് മുന്നിലും പിന്നിലും ഒക്കെ പുതുമകളാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ചെയ്തൊരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രചോദനമാണ്. അതിൻ്റെ കൂടെ തന്നെ സന്തോഷം തന്നെയാണ്. ഈ ഒരു ചെറിയ പശ്ചാത്തലം അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഒരു വലിയ സിനിമ ഉണ്ടായി. എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്? ഈ സിനിമ ഉണ്ടാവുന്നത് എനിക്ക് ആദ്യത്തിന് ടൈറ്റിലാണ് കിട്ടുന്നത്, ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ വെച്ചിട്ട് ഒരു സിനിമക്കുള്ള തിരക്കഥയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതും. അപ്പോൾ ആ സമയത്ത് ഞാൻ രാവിലെ എണീക്കുകയാണ്. അപ്പോൾ എണീക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് പെങ്ങളുടെ കുട്ടി മൂത്രം ഒഴിച്ചിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കേട്ട രണ്ട് വാക്കുകൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. അതായത് താത്ത പറയാണ്, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുവയ്ക്കുന്ന ബെഡായിരുന്നു, ഇതിൻ്റെ മണം പോവില്ല എന്ന് ഭയങ്കര വിഷമത്തിൽ പറയാം. അത് അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് താത്ത ഈ ബെഡ് തൂക്കിയിട്ട് നേരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരിച്ചിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷമം ഒക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്നാൽ ഈ ബെഡിനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിലൂടെ തന്നെ ഒരു സ്ത്രീക്ക് എത്രത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, അവളുടെ കുടുംബത്തിലെ അവളുടെ പ്ലേസ്മെൻറ്റ് എന്താണ്, നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തി ഞാൻ കണ്ട ഒരുപാട് കാഴ്ചകളും ഞാൻ മാറ്റങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഈ സംവിധാനത്തിനൊപ്പം ഈ സിനിമയിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു? ഞാൻ ഇതിൻ്റെ എഡിറ്ററാണ്. കഥ എഴുതി ഞാനാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എ ടു സെറ്റ് നമ്മൾ തന്നെയായിരുന്നു. കാരണം നമ്മളാകെ 5 പേരുള്ള ക്രൂ ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ആർട്ട് ഡയറക്ടറോ ഒരു കോസ്റ്റ്യൂം ഡിസൈനറോ ഒന്നുമില്ല. അത് എല്ലാവരും ഈ 5 പേരും എല്ലാതും ചെയ്യാന്നുള്ളതാണ്. ഞാനടക്കം നമ്മൾ ആർട്ട് ചെയ്യുന്നു, കോസ്റ്റ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത പണികൾ ചെയ്യുന്നു, ലൈറ്റ് പിടിക്കുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്ത് അങ്ങനെ ചെയ്തൊരു സിനിമയാണത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് എത്രയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? വളരെ ചെറിയ ബഡ്ജറ്റിലാണ്, 30 ലക്ഷത്തിനുള്ളിൽ ചെയ്തൊരു സിനിമയാണത്. എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഫെമിനിച്ചി ഫാത്തിമയെ തേടിയെത്തിയത്? നമുക്ക് ആദ്യമായിട്ട് ഇത് സ്ക്രീൻ ചെയ്തത് IFFKയിലാണ്. അവിടുന്ന് ഒരു 5 അവാർഡുകളോളം കിട്ടി. അപ്പം അതന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം തരുന്നതായിരുന്നു. അവിടെ മികച്ച ഓഡിയൻസ് പോൾ അവാർഡ് കിട്ടി. പിന്നെ ഫിപ്രസി അവാർഡ്, നെറ്റ്പാക്ക് അവാർഡ്, പിന്നെ ഇൻ്റർനാഷണൽ ജൂറിയിൽ തന്നെ തിരക്കഥയ്ക്ക് മെൻഷൻ തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിലൊക്കെ പല പല അവാർഡുകളായിട്ട് കിട്ടിയിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പത്മരാജൻ അവാർഡ് കിട്ടി, കഥക്കും തിരക്കഥക്കും കിട്ടി, ക്രിട്ടിക്സ് അവാർഡ് മികച്ച സിനിമയ്ക്ക് കിട്ടി. പിന്നെ പിന്നെ നിരവധി അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അവസാനമായിട്ടാണ് സ്റ്റേറ്റ് അവാർഡ് വന്നത്. സ്റ്റേറ്റ് അവാർഡിൽ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ 3 അവാർഡുകളാണ് കിട്ടിയത്. അതുപോലെ നടിക്ക്, സിനിമയ്ക്ക്, അതുപോലെ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ടൊരു ലോങ് ഗ്യാപ്പിലാണ് ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് നാഷണൽ അവാർഡായിരുന്നു. അപ്പം അതും കൂടി വന്നപ്പോൾ സന്തോഷം. സിനിമയിലെ സംവിധാനത്തിലെ ഒരു ഗുരു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആരുമില്ല. നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ പഠിച്ചു. അടുത്ത പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? അടുത്ത പ്രൊജക്റ്റുകൾ ചർച്ചയിലുണ്ട്. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പറയാൻ മാത്രം ആയിട്ടില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും.